പ്രസാദിപ്പിക്കണം, വിഷ്ണുവിനെ പൂജിക്കണം അല്ലെ. എന്നാ ശ്രവണം, വിഷ്ണുവിൻ്റെ കീർത്തനങ്ങൾ കേൾക്കണം. അത് ഭാഗവതത്തിൽ പറയുന്നു, വിഷ്ണുവിൻ്റെ കീർത്തനങ്ങൾ കേൾക്കണം. മറ്റൊന്നും കേൾക്കേണ്ടതാണ്, വിഷ്ണുവിൻ്റെതാണ് കേൾക്കേണ്ടത്. ശ്രവണം, കീർത്തനം, വിഷ്ണോ സ്മരണം, വിഷ്ണുവിനെ സ്മരിക്കണം. പാദസേവ ചെയ്യണം. ഹനുമാൻ അതൊക്കെ ചെയ്തു. ഹനുമാൻ ശ്രീരാമന്റെ പാദസേവ നടത്തിയ ആളാണ്. അതൊക്കെ ഉദാഹരണമായിട്ട് പറയുന്നു. പാദസേവ, അർച്ചനം, വന്ദനം, ദാസ്യം. അർച്ചനം, അർച്ചിക്കുക, വന്ദിക്കുക, ദാസ്യപ്പണി ചെയ്യുക. ഇതൊക്കെ വിഷ്ണുവിനെ ആശ്രയിച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് ഭാഗവതത്തിൽ അത് പറയുന്നത് കൊണ്ട് വെച്ചാൽ, ഭാഗവതത്തിൽ കൃഷ്ണനെ കുറിച്ചിട്ടാണ് ആവാദ ഗുണം പറയുന്നത്. അപ്പൊ കൃഷ്ണനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ കൃഷ്ണനാണ്, മഹാവിഷ്ണുവാണ് ഇദ്ദേഹം. അതിൻ്റെ ഒരു ഭാഗമാണ്, അവതാരമാണ് ഇദ്ദേഹം എന്ന നിലയിൽ ഇദ്ദേഹമാണ് സാക്ഷാൽ ദൈവം. ഈ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത് പറയുന്നത്. അങ്ങനെ വൈഷ്ണവരുടെ അഭിപ്രായം. ഓരോ ഗ്രന്ഥത്തിലും കൃഷ്ണനെ മാത്രം പറയുന്നതല്ല. ഇനി മറ്റ് സൗന്ദര്യ എടുക്കുമ്പോൾ ശിവശക്തി എന്നെല്ലാം കേട്ടിനപ്പോ ആ ശ്ലോകം ശ്രദ്ധിച്ചു. അപ്പൊ ചോറ് വെച്ചില്ല തൃപ്പൂണിത്തറയോട് വരണമെങ്കിൽ അത് എന്തെങ്കിലും കണക്ഷപ്പാട്ടി ഗർഭത്തിൽ ഉണ്ടായിട്ടാവും. എനിക്ക് നാട്ടുകാരനല്ല. പിന്നെ അത് അങ്ങനെപ്പോ നമ്മൾ ആൾക്കാരൊന്നാവണ്ട, ആൾക്കാരാവണ്ടല്ലോ. കാരണം ഏർപ്പെടാം നമുക്ക്. ജ്യോതിഷത്തിൽ തന്നെ നമ്മൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് പൂർവികമായ ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് സ്ഥലത്ത് പോയാൽ അത് എൻ്റെ കുടുംബമാണ്, എൻ്റെ ആൾക്കാരാണ്. നമുക്ക് എത്രയോ ആൾക്കാർക്ക് പൂർവ്വജന്മ സംബന്ധമായ 5-ാം ഭാവങ്ങൾ ഇതിപ്പോൾ പറഞ്ഞില്ലേ. അപ്പം അതുപോലെ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം, ഒരു സംശയമില്ല. അല്ലെങ്കിൽ എത്തപ്പെടില്ല, അല്ലെങ്കിൽ ചില ആൾ വന്നാൽ ക്ലിക്കാവില്ല, അത് നമുക്ക് നടക്കില്ല, അതിന് പോകുന്നതാണല്ലേ. പക്ഷെ ഇത് നന്നായി കൊണ്ടുപോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന വിഷമം ഉണ്ടായിട്ടില്ല അല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞു വരുന്നത് ശിവശക്തിയായുക്തോ സൗന്ദര്യലഹരി എങ്ങനെയാ പറയുന്നത്, ശിവൻ ശക്തിയോട് കൂടുമ്പോഴാണ് ശക്തനായിത്തീരുന്നത്. ശിവന് പരമശിവൻ എന്ന് പറയുന്ന അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ശിവനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ്, അല്ലെ ശിവയോട് ശക്തിയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ശിവന് പോലും ശക്തി ഉണ്ടാവുന്നത് എന്ന് പറയുന്ന സൗന്ദര്യം. ശിവശക്തിയായുക്തോ പ്രഭവിതും ദേവോ അഖിലകുശല സ്പന്ദിതുമതി അല്ലെ സ്പന്ദിതുമതി. ആ ഒരു ശ്ലോകം കൊണ്ട് അങ്ങനെയാണ്. അപ്പോൾ ഓരോ ദേവീദേവന്മാരെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുമ്പോൾ അവരാണ് അതിന് ശരിയായ ആൾ എന്ന് പറയുന്നത് സാഹചര്യം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. പക്ഷെ എല്ലാം ഒന്ന് തന്നെയാണ്. സ്വർണം കൊണ്ടിഹ തട്ടാന്മാർ കങ്കണാദിയാണ്. അപ്പോൾ സ്വർണം എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ട് തന്നെയാണ് കങ്കണം അവരിൽ ഉണ്ടാക്കുന്നത് എങ്കിലും സാക്ഷാൽ പരബ്രഹ്മം എന്ന് പറയുന്നതിൻ്റെ ഒരു അംശമാണിതല്ല. സത്യം ഒന്നേയുണ്ട്, ആ ഒന്നിൻ്റെ തന്നെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചോദ്യം എവിടെയാണ്, ഏത് സ്ഥാനത്ത് ഇരിക്കുമെന്നൊക്കെ പറയാനില്ല. ഇതെല്ലാം ഒന്നാണ് എന്ന ഒരു ശക്തിയേ ഉള്ളൂ. ആ ശക്തി എന്ന് വിളിക്കുമ്പോൾ ദേവീനെ ആവണമെന്നില്ല, അത് മഹാവിഷ്ണുവാവാം, ശിവനാവാം. ഈ പ്രപഞ്ചത്തിലെ അന്തർലീനമായ ഈ മൊത്തം ഇതിനെ സ്പന്ദിപ്പിക്കുന്ന പ്രവർത്തനക്ഷമത ഉണ്ടാക്കുന്ന ഒരു ശക്തി ചൈതന്യം എല്ലാ വസ്തുക്കളുടെയും ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്ന ഒന്നാണ്. ആ ഒന്ന് മാത്രമാണ് സത്യം, പരമമായ സത്യം. ആ സത്യത്തെയാണ് നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ കാണുന്നത്. ഇത് സത്യത്തെ വ്യത്യസ്തമായി കാണുന്നതിലും ശക്തി എന്ന ദേവതയെ ആരാധിക്കുന്നതുകൊണ്ടാണ് ചോദ്യം വന്നത്. നേരെ മറിച്ച് കൃഷ്ണനോ ശിവനോ അല്ല. ശക്തിയെ ആരാധിക്കുന്ന സമയത്ത് ഈ ശൃണുരാമ സദാ നിത്യാശക്തിരാധ്യ സനാതനി സർവകാമപ്രദാദിനി പൂജിതാ ദുഃഖനാശിനി. പൂജിച്ചാൽ അതിന് ദുഃഖം കണക്കില്ലാണ്. നമ്മളും നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് ഇതിൻ്റെ ധർമ്മം, മുഖ്യമായ ധർമ്മം. മറ്റൊന്ന് ഭക്തന്മാർക്ക് ഒരു പദം പറഞ്ഞു, ഭക്തന്മാരുടെ ഒരു പദം പറഞ്ഞു നിങ്ങൾ വെച്ചാൽ ഭക്തന്മാരുടെ ഉത്കടമായിരിക്കുന്ന പാപനാശത്തെ ചെയ്യുന്നവളാണ്. അത്യുൽക്കടം ഭക്തന്മാരുടെ പാപനാശം എന്ന് പറയുന്നത് നമ്മുടെ മുൻജന്മത്തിലും ഈ ജന്മത്തിലും ചെയ്തിട്ടുള്ളതായ സകല കൃത്യങ്ങളും ദുഷ്കൃത്യങ്ങളുടെ അതിലൊക്കെ നശിപ്പിക്കുന്നവളാണ്. ദേവിയെ ആരാധിക്കുകയാണെങ്കിൽ എല്ലാ പാപവും തീർന്നു കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭക്തർ അല്ലേ, അങ്ങനെയുള്ള ദേവി ഭക്തന്മാരുടെ ഏത് പ്രയാസത്തെയും ഇല്ലാതാക്കുന്ന ദേവിയാണ്. അപ്പോൾ ആരാണ് ഭക്തൻ? അങ്ങനെയാണെങ്കിൽ ഭക്തന്മാരുടെ എല്ലാ ഉത്കടമായിരിക്കുന്ന അല്ലെ പ്രയാസങ്ങളും ഇല്ലാതാക്കുന്നതായ ദേവിയാണ്. അപ്പൊ ആരാണ് ഭക്തൻ? ഭക്തിയുള്ളവരാണ് ഭക്തൻ.
ഭക്തിയോട് കൂടിയവൻ. അല്ല, അത് ഭക്തിയോട് കൂടിയെന്നാലും അതിനെല്ലാവർക്കും ഞാൻ ഭക്തിയോട് കൂടി. അതെ, അതിപ്പോ ഉണ്ടല്ലോ, ഭക്തന്മാരുടെ ലക്ഷണം ഉണ്ടല്ലോ. അദ്വേഷ്ട സർവഭൂതാന മൈത്രകരുണയേവച നിർമ്മമോ നിരഹങ്കാര. ഇതെല്ലാം ഭക്തന്മാരാണെന്ന് കൃഷ്ണൻ പറയുന്നത് ഭഗവത്ഗീതയിൽ. അദ്വേഷ്ട സർവഭൂതാന മൈത്രകരുണയേവച നിർമ്മമോ നിരഹങ്കാര സ്വഭക്തം മേ പ്രിയ. അങ്ങനെയുള്ള ഭക്തന്മാർക്ക് പ്രിയനാണ് എന്ന് പറയുന്നത്. അതായത് ആയിക്കോട്ടെ, അദ്വേഷ്ട സർവഭൂതാന. യഥാർത്ഥത്തിൽ ഭക്തൻ എങ്ങനെ വേണം? സർവഭൂതാന അദ്വേഷ്ട. സർവഭൂതങ്ങളോട്ടും ഭൂതങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ദോഷം ഉണ്ടാക്കരുത്. അദ്വേഷ്ട സർവഭൂതാന മൈത്ര. ദ്രോഹിക്കാൻ നിങ്ങൾ പറയുമ്പോൾ ഞാൻ കേട്ടത് മൈത്ര. അവിടെ തന്നെ പോയിന്റ് കിടക്കുന്നത് മൈത്ര കരുണ ഏവച. എല്ലാ ഭൂതങ്ങളോടും എല്ലാവരോടും മിത്രത്വം, സ്നേഹമാണ്, കരുണ ഉണ്ടാവും. മൈത്ര കരുണ ഏവച. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വസ്തു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുണ്ട്, അവർക്ക് എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുന്നത് അടുത്ത വീട്ടിൽ കുട്ടികൾക്ക് ഒരേപോലെ കൊടുക്കണം. മിത്രത്വം കാണിക്കണം, കരുണ കാണിക്കണം. മൈത്ര കരുണ ഏവച. പിന്നെ പറഞ്ഞത് നിർമ്മമോ നിരഹങ്കാര. നിർമ്മമത്വം, മമത്വം, എൻ്റേതാണ്, എൻ്റെ ഭക്തന് ഇതൊന്നും പറ്റില്ലല്ലോ. നമ്മളായിരിക്കുന്ന ഭക്തം എൻ്റേതെന്ന കാഴ്ചപ്പാടുണ്ടോ? ഇല്ലേ? എൻ്റേതെന്ന കാഴ്ചപ്പാട് എനിക്കുണ്ടാവും, നിങ്ങൾക്കുണ്ടാവും, ലോകത്തിലെല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഭഗവാൻ ഗീതയിൽ പറഞ്ഞത് ഇതൊന്നും ഭക്തനല്ല അങ്ങനെ കാണിക്കുന്നത്. നിർമ്മമോ നിരഹങ്കാര. ഒരു അഹങ്കാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല, എൻ്റേതെന്ന് വിചാരിക്കാൻ പാടില്ല. ഏത് വസ്തുക്കളെ ഇത് എൻ്റേതാണെന്ന് വിചാരിക്കാൻ പാടില്ല. നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി. സമൃദ്ധമായിരിക്കുന്ന സുഖവും ദുഃഖവും ഒരേപോലെ കാണുന്നവരായിട്ട് യഥാർത്ഥ ഭക്തൻ. നമ്മൾ സത്യത്തിൽ ആ തലത്തിൽ ഒരിക്കലും എത്തുന്നില്ല. പക്ഷെ ഭഗവാൻ പറഞ്ഞത് ഈ തലത്തിലൊക്കെ നിങ്ങൾ എത്തണം. എന്താണ് പറഞ്ഞത്? സർവഭൂതാനാം മൈത്രകരുണ ഏവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ. പിന്നെ പറഞ്ഞു സന്തുഷ്ട സതതം യോഗി ആത്മാദൃഢ നിശ്ചയ മയി അർപ്പിത മനോബുദ്ധി. അതെ, ഭക്ത സമയപ്രിയ. എങ്ങനെയാണ് ഭക്തൻ ഉണ്ടാവുന്നത്? സന്തുഷ്ടനായ ഒരു യോഗിയെ പോലെ ഒരിക്കലും നമുക്കാവില്ല. യോഗിമാരുണ്ട്, അവർക്ക് പറ്റുമായിരിക്കും, അവരാണ് ഭക്തൻ. പക്ഷെ നമ്മളാ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു തലത്തിലേക്ക് ചെറിയൊരു കണികയിട്ടേക്ക് നമ്മൾ എത്താൻ ശ്രമിക്കുകയാണ്. സന്തുഷ്ട സതതം യോഗി ഏത് ആത്മാദൃഢ നിശ്ചയം. ആത്മാവ് ദൃഢമായിരിക്കും. ഈ മേലെ പറഞ്ഞ കാര്യങ്ങൾ ദൃഢമായിരിക്കും നിശ്ചയമാണ്. അതായത് നിർമ്മമത്വം, അതേപോലെ കരുണ, ഇതൊക്കെ ഉണ്ടായി. ഇങ്ങനെയുണ്ട് ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളിൽ ഏത് ആത്മാവ് ദൃഢ നിശ്ചയമാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞ അതേ മേലെ പറഞ്ഞ മൈ അർപ്പിതമായിരിക്കുന്ന ഭക്തി ആർക്കാണുള്ളത്? ഭക്ത സമയപ്രിയ. അവരാണ് യഥാർത്ഥത്തിലെ ഭക്തൻ എന്ന് പറയുമ്പോൾ ആ തലത്തിലുള്ളവരാണ് ഭക്തൻ. നമ്മൾ ഒരിക്കലും ആ തലം നമ്മൾ എന്തായാലും സ്വാർത്ഥതയും കാര്യങ്ങളും. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്നത് നമുക്കിപ്പോൾ രാമായണമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ വീടുകളിലും അതേപോലെ ക്ഷേത്രങ്ങളിൽ ഉണ്ടെങ്കിലും ഗീതയുടെ പഠനം നമുക്ക് അങ്ങനെ ഇല്ല. അതുകൊണ്ട് ആ തലത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരും അറിയുന്നുമില്ല. ഉണ്ട്, ഈ പറഞ്ഞ പോലെ ചില സങ്കേതങ്ങളിലൊക്കെ ഉണ്ട്. എന്നിൽ അർപ്പിച്ച മനോബുദ്ധി ഉണ്ടായിരിക്കണം. അതെ, അർപ്പിത മനോബുദ്ധിയോട് കൂടിയവനായിരിക്കണം.